ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കൂൾ ബാറിലെല്ലാം കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ അവൽ മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പം അടിപൊളി അവൽ മിൽക്ക് നമുക്ക് റെഡിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ചു. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കടലയും, അതായത് കടല വറുക്കാനാട്ടോ, ഇത് സാധാ പച്ചക്കടലയാണ്. അത് ജസ്റ്റ് ഒന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് അത് ജസ്റ്റ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ ചൂടിൽ കടല ബാക്കി വെന്തോളും. അപ്പം ഇനി നമുക്ക് അവിലാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് അവിലെടുത്തിട്ട് ആ ഉപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പക്ഷേ ഇളക്കൽ നിർത്തരുത് കേട്ടോ. അപ്പം ഞാൻ അവിലും ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുമായിരിക്കും ഇങ്ങനെ പൊരി അവിൽ എന്ന് പറഞ്ഞിട്ട്, അത് മേടിച്ച് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. മൈസൂർ പഴമാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് 2 പഴം എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കടലയും അവിലും നന്നായിട്ട് തട്ടി വൃത്തിയാക്കണം. കാരണം ഉപ്പിൽ വറുത്തതല്ലേ, അപ്പോൾ ഉപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് തട്ടി വൃത്തിയാക്കണം. ഇതാ നമ്മളെ പഴം ഇപ്പം ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് പഞ്ചസാര, നമ്മൾ ഇഷ്ടമുള്ള അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഒരിത്തിരി കടല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ ബൂസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിതറി കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള അവിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ബൂസ്റ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കടലയും കൂടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. നിറച്ചും ചേർക്കരുത്, പാല് വരുമ്പോൾ പുറത്തായി പോകും കേട്ടോ. ഇനി അതിൻ്റെ മേലെ ബൂസ്റ്റും കൂടിയും വിതറി കൊടുത്തിട്ട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പാലിവിടെ പകുതിയോളം കട്ടയാക്കിയിട്ടുള്ളതാണ്. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കിയിട്ടുള്ള പാലാണ്. അപ്പം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു രീതിയിലാവും. അപ്പം ഈ പാലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഐസ്ക്രീം ഒന്നും ഇല്ലാണ്ട് അടിപൊളി സ്പെഷ്യൽ അവൽ മിൽക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പുറത്തൊന്നും പോയി കുടിക്കേണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.